ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചീസ് ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അടുപ്പിലും അതുപോലെ ഗ്യാസ് അടുപ്പിലൊക്കെ ഇതുപോലെ ചീസ് ബർഗർ അല്ലെങ്കിൽ ഡിന്നർ റോള് ബ്രെഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മാവ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി മാവ് ഇവിടെ പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മാവ് പൊങ്ങിയാൽ മാത്രമാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡിന്നർ റോള് ബ്രെഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് ഇഞ്ചിയും അതുപോലെ 1 ടീസ്പൂണ് വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു വലിയൊരു സവാളയും അതുപോലെ ഒരു വലിയ ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇതൊന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 150 ഗ്രാമോളം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചിക്കനാണ്, അതുപോലെ വേവിക്കാത്ത ചിക്കനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വെള്ളം നല്ലോണം വാർന്നെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളത്തോടെ ചേർത്ത് കൊടുക്കരുത്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം വഴറ്റി ചിക്കനൊക്കെ വെന്ത് ചിക്കൻ വേകുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ചിക്കൻ നല്ലോണം വേവിച്ചെടുക്കണം. ഇപ്പോൾ വെന്തിട്ടൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ മിക്സിങ് മാത്രമല്ലേ ചെയ്തുള്ളൂ. ഇനി ഇതുപോലെ വഴറ്റിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇതുപോലെ നല്ലോണം വറ്റി വരണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിന്നർ റോളിലോട്ട് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. പൊട്ടും വെള്ളം ഉണ്ടാകരുത് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബർഗർ സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂണ് മയോനൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയോനൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ മയോനൈസ് ലൂസായാൽ നമ്മൾ എന്താ ചെയ്യേണ്ട ആ ഒരു ട്രിക്കും കൂടെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ മസ്റ്റർഡ് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ബർഗർ സോസിൻ്റെ നമുക്ക് ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ബർഗർ സോസ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈ ഒരു മാവ് അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം പൊങ്ങി വരണം കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡിന്നർ റോൾ അല്ലെങ്കിൽ ബർഗർ ബ്രെഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ പൊങ്ങി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കുക. ഈസ്റ്റ് ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര നേരം വെച്ചാലും പൊങ്ങി വരില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അത് കാണാം.
പിന്നെ നമ്മൾ ഈ ഒരു അളവിൽ നമുക്ക് 6 ബർഗർ അല്ലെങ്കിൽ ഡിന്നർ റോളാണ് കേട്ടോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 6 ബോൾസ് ആക്കി എടുക്കുക. പിന്നെ ഇതിൻ്റെ മാവ് എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും ഒരിച്ചിരി ലൂസായിട്ടുള്ള മാവാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവും കൂടിയാണ്. പിന്നെ നമുക്കിത് 6 ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന്, നമുക്കിപ്പോൾ ബർഗറാണല്ലോ വേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡിന്നർ റോളാണെങ്കിൽ നമുക്ക് ആ ഒരു ബോൾസ് തന്നെ ബേക്കിംഗ് ടിന്നിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഡിന്നർ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബ്രെഡ് ബണ്ണാണ് കേട്ടോ. പിന്നെ നമ്മളിത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ലോണം തിന്നായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ പരത്താം. അതുപോലെ ഇതിൻ്റെ അരികൊക്കെ നല്ലോണം കുറച്ച് കട്ടിയുണ്ടെങ്കിൽ ഒന്ന് തിന്നാക്കി കൊടുക്കാം കേട്ടോ. സെൻറ്ററിൽ തന്നെ ഒരുപാട് തിന്നാക്കി കൊടുക്കണ്ട, അത് പൊട്ടിപ്പോകും. അപ്പോൾ ഇത്രയും മതിന് നമുക്കിതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു മസാല ആദ്യം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മസാല നല്ലോണം വറ്റിച്ച് തന്നെ എടുക്കുക. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒലിച്ച് പോവും അതിൻ്റെ സൈഡിലോട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ മസാല ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ചിക്കൻ വേവിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ, നമ്മൾ ആദ്യം മസാല തയ്യാറാക്കുമ്പോൾ. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ടൊമാറ്റോ വെച്ച് കൊടുക്കാം, ഒരു തക്കാളി സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കിയ ഒരു ബർഗർ സോസ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചീസ്, ചെഡ്ഡാർ ചീസ് അത് സ്ലൈസ് ചെയ്തത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം നല്ലോണം. ഒട്ടും പൊട്ടിപ്പോകരുത് കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ അത് പൊട്ടി പുറത്തോട്ട് വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അത് അവിടെ അങ്ങനെ ഒട്ടി അതിലോട്ട് ജോയിൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ബോൾസ് ഈ ഒരു ഷേപ്പിൽ ഒന്നാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡിന്നർ റോള് മാത്രമാണ് വേണ്ടതെങ്കിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാതെ തന്നെ ഈ ഒരു ബോൾസ് ഷേപ്പിലാക്കി എടുത്താൽ മതി. പിന്നെ നമ്മളിത് ട്രേയിലൊന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. ബേക്ക് ചെയ്യാൻ നമ്മൾ വെക്കുന്ന ആ ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ട്രേയിൽ ഒന്ന് നിരത്തി കൊടുക്കുക. 6 ബോൾസും ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 5 ബർഗറാണ് ആദ്യം ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരെണ്ണം പിന്നീട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ട്രേയിൽ 5 എണ്ണമാണ് ഇപ്പോൾ വെച്ച് കൊടുത്തത്. 6 എണ്ണം നമുക്ക് വെച്ച് കൊടുക്കാം, പക്ഷേ നല്ലോണം ഇത് പൊങ്ങി വരും ഒന്നും കൂടെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 എണ്ണമാണ് കേട്ടോ വെച്ച് കൊടുത്തത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ റാപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂടി വെച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ എഗ് വൈറ്റ് ഒന്ന് മുകളിലോട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ എല്ലാ ഇതിലോട്ടും എഗ് വൈറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് വെളുത്ത എള്ള് കുറച്ചൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 10 മിനിറ്റോളം ചൂടാക്കി ഇടണം. അതുപോലെ നമുക്ക് ഓവനിലും നമുക്ക് സെയിം ബേക്ക് ചെയ്യാം. ഓവനിലാണെങ്കിൽ ഒരു 15 മിനിറ്റ്, OTG ഓവനാണെങ്കിൽ ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. പിന്നെ നമുക്കിത് ചൂടായ ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാൻ പറഞ്ഞ പോലെ ചൂടാക്കിയിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും ഞാൻ ചേർക്കുന്നൊന്നുമില്ല, ചെറിയൊരു പാത്രം ഒന്ന് കമഴ്ത്തിയിട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. അപ്പോൾ ഓവനിലാണെങ്കിൽ ഒരു 175 ഡിഗ്രിയിൽ ഒരു 25-30 മിനിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ഒരു 35 മിനിറ്റൊക്കെ നമുക്ക് വേണ്ടി വരുന്നുണ്ട്. 30-35 മിനിറ്റോളം വേണ്ടി വരുന്നുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 30-35 മിനിറ്റ് എടുക്കുന്നുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലാകുമ്പോൾ. ഓവനിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 25-30. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മുകൾ ഭാഗം നല്ലോണം ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇത് നല്ലോണം ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്ക് മാറ്റാം. നമ്മളിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് സോഫ്റ്റ് ഉള്ള പോലെ അങ്ങനെ പ്രസ്സായിട്ടൊന്നും കിട്ടില്ല. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഒട്ടിച്ചാണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് മെല്ലെ ഒന്ന് നമ്മൾ ഓരോന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓവനൊന്നുമില്ലാതെ ഗ്യാസ് അടുപ്പിലാണല്ലോ ചെയ്തത്, എന്നിട്ട് പോലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഫില്ലിങ്ങും കൂടെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ലോണം പ്രസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സോഫ്റ്റായിട്ടുണ്ടെന്ന്. അപ്പോൾ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ബർഗറാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.